ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 5 അഞ്ചാമത്തെ പാഠഭാഗമായ ദശാംശ രൂപങ്ങൾ. അതിലെ പേജ് നമ്പർ 71 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ പേജ് നമ്പർ 69 മുഴുവൻ പ്രോബ്ലംസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതറിയാം, നിങ്ങൾക്കറിയാം, ഈ മെഷർമെൻറ്റിനെ നമുക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അളവ് 4 മീറ്റർ 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 4 മീറ്റർ 30 സെൻറ്റിമീറ്റർ. അതിന് നമുക്ക് എങ്ങനെ ഭിന്ന രൂപത്തിൽ എഴുതാം? 4/30/100 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 4.3 മീറ്റർ. ഓക്കെ, ഇനി അടുത്ത കണക്ക് നിങ്ങൾ നോക്കുക. 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 മീറ്റർ 3 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ ഭിന്ന രൂപത്തിൽ എഴുതണം. ഓക്കെ, പിന്നെ ദശാംശ രൂപത്തിലും നമ്മൾ എഴുതണം. ഇവിടെ മീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ. 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അല്ലേ, 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അത് നമുക്കെല്ലാവർക്കും അറിയാം. 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇത് ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളത്. അപ്പം 3/100 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 4/3/100 മീറ്റർ. എങ്ങനെ എഴുതാം? 4/3/100 മീറ്റർ. അപ്പോൾ നമ്മൾ ഭിന്ന രൂപത്തിൽ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതണം. അപ്പോൾ ഈ 4/3/100 നമ്മൾ എങ്ങനെ ദശാംശ രൂപത്തിൽ എഴുതും? അത് നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സീറോസിൻ്റെ പൂജ്യങ്ങളുടെ എണ്ണം എടുക്കുക. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. 100-ന് എത്ര പൂജ്യമുള്ളത്? 2 പൂജ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ദശാംശം കഴിഞ്ഞിട്ടും 2 സ്ഥാനം ഉണ്ടാവണം. ഓക്കെ, മനസ്സിലായോ? ദശാംശം കഴിഞ്ഞിട്ടും 2 സ്ഥാനം ഉണ്ടാകണം. അപ്പോൾ 4 എഴുതി ദശാംശം ഇട്ടു. ഇനി നമുക്ക് 2 സ്ഥാനം ഉണ്ടാവണം. 3/100. അത് നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.3. ഓക്കെ, അപ്പോൾ നമ്മൾ 4.03. 3/100 എന്നതിനെ നമ്മൾ ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 0.03. അപ്പോൾ 100 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? 2 സ്ഥാനം വേണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എന്താ എഴുതാം? 4/3/100. ഓക്കെ, ദശാംശ രൂപത്തിലാക്കുമ്പോൾ 4.03. അതായത് 100-ൽ 3 അല്ലേ? 100-ൽ 3. അപ്പം നമ്മൾ 0.03 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 മീറ്റർ 3 മില്ലിമീറ്റർ. ഇവിടെ മില്ലിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? എത്ര മില്ലിമീറ്ററാണ് ഒരു മീറ്റർ? 1000 മില്ലിമീറ്ററാണ് എന്ത്? ഒരു മീറ്റർ. അപ്പോൾ നമുക്ക് 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ. 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ. ഓക്കെ, ഒരു മീറ്റർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന 4 മീറ്റർ 3 മില്ലിമീറ്റർ. 4 മീറ്റർ 3 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4 പിന്നെ 1000 ആണല്ലോ, 1000-ൽ 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 4/3/1000. ഇനി നമ്മൾ ഇത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 4 കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പൂജ്യം വേണം? എത്ര സ്ഥാനം വേണം? ഇവിടെ 3 പൂജ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് 3 സ്ഥാനം എന്തായാലും വേണം. പൂജ്യത്തിനനുസരിച്ചിട്ടാണ് ദശാംശം കഴിഞ്ഞിട്ടുള്ള സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുക. അപ്പോൾ 3/1000-നെ നമ്മൾ ദശാംശത്തിൽ എഴുതുമ്പോൾ 0.03. അതായത് 1000-ൽ 3. ഓക്കെ, ഇനി അടുത്തത് 3 കിലോഗ്രാം 200 ഗ്രാം. 3 കിലോഗ്രാമും 200 ഗ്രാമും. അപ്പോൾ കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. എന്താണ്? എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം.
ഓക്കെ, 1 കിലോഗ്രാം. അപ്പോൾ ഇവിടെ എന്താണ് 3 കിലോഗ്രാമും 200 ഗ്രാമും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം 3 1000 അല്ലേ. അപ്പം 1000 അപ്പം നമ്മൾ എഴുതി 320/1000. ഓക്കെ, അപ്പം നമ്മൾ 200/1000 എന്ന് എഴുതി. ഇനി ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതണം. അപ്പം 3/200/1000. അപ്പം 3 കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ദശാംശം വേണം? 3 ദശാംശം വേണം, അതായത് 3 പൂജ്യം ഉണ്ട്. അപ്പോൾ 1000-ന് 200 നമ്മൾ കൺവേർട്ട് ചെയ്താൽ എത്ര ഉണ്ട്? 0 0 0 0. 2/10 എന്ന് പറയുമ്പം അത് എത്ര ആയിരിക്കും? 0.2. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 3 2 0 0. ഓക്കെ, 200/1000 നമുക്ക് 2 0 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3.2 എന്ന് എഴുതിയാലും ശരിയാണ്. ഇതിന് ശേഷമുള്ള പൂജ്യത്തിന് വലിയ വിലയില്ല. പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തപ്പം 4.003, അതെന്ന് പറഞ്ഞാൽ 1000-ൽ 3. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 3.2 എന്ന് പറഞ്ഞിട്ട് എന്താണ്? 1200. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 3 കിലോഗ്രാം 200/1000. അത് നമ്മൾ ദശാംശത്തിൽ വെക്കുമ്പോൾ 3.2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താണ്? 3 കിലോഗ്രാം 25 ഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കിലോഗ്രാം എത്രയാണ്? 3 കിലോഗ്രാം 25/1000 അല്ലേ. 25, അതായത് 1025. ഇത് നമ്മൾ ദശാംശത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 3.25. 3.25. ഇവിടെ 0 ഉണ്ട്, പക്ഷേ ആ 0 നമുക്ക് ഒഴിവാക്കാം. 3 0 ആകുമ്പോൾ 3 സ്ഥാനം വേണം. അപ്പോൾ ഇവിടെ 0 നമുക്ക് എഴുതാം, പക്ഷെ അതിന് വാല്യൂ ഇല്ല. 3.25 എന്ന് എഴുതിയാലും ശരിയാണ്. ഇനി അടുത്തത് 30 കിലോഗ്രാം. അടുത്തത് 30 കിലോഗ്രാം 250 ഗ്രാം. അപ്പോൾ 30 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 30, 250 ഗ്രാം എന്ന് പറയുമ്പോൾ 250, 1000-250 അല്ലേ. 1000-250. അപ്പോൾ നമ്മൾ ദശാംശത്തിൽ എങ്ങനെ എഴുതും? 30.250. അപ്പോൾ 30.25 എഴുതിയാലും ശരിയാണ്, പൂജ്യത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് 10 ലിറ്റർ 750 മില്ലി ലിറ്റർ. അപ്പോൾ ലിറ്ററും മില്ലി ലിറ്ററുള്ള കണക്ഷൻ നിങ്ങൾക്കറിയാലോ. 1000 മില്ലി ലിറ്ററാണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മില്ലി ലിറ്റർ ചേർന്നാണ് 1 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം 10 ലിറ്ററും 750 മില്ലി ലിറ്ററാണ്. അപ്പം 10 1000-750. അപ്പം നമുക്ക് 10/750/1000 എന്ന് എഴുതാം. അത് നമ്മൾ ഇനി ദശാംശത്തിലേക്ക് വെക്കുമ്പോൾ 10.750 എന്ന് പറഞ്ഞാൽ 10.75 സമമാണ്. 10.75 അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഈ 0 നമുക്ക് ഇവിടെ ഒഴിവാക്കിയാലും പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 10 ലിറ്റർ 75 മില്ലി ലിറ്റർ. നേരത്തെ 750 ആയിരുന്നു, ഇപ്പോൾ 75 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 ലിറ്റർ, ഇപ്പം മില്ലി ലിറ്റർ അറിയാലോ, 1000 ആണല്ലോ. 1000 മില്ലി ലിറ്ററിൽ 75. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 10/75/1000. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് 75/1000 ആണ്. ഇതിനെ നമ്മൾ 10.750 എന്ന് എഴുതാൻ പറ്റൂല അല്ലേ. അങ്ങനെ എഴുതരുത്, അവിടെ മിസ്റ്റേക്കാണ്. 75 1000-75. അപ്പോൾ നമുക്ക് 10 കഴിഞ്ഞാൽ എത്ര സ്ഥാനം ഉണ്ടാവും? 3 സ്ഥാനം ഉണ്ടാവും. 3 സ്ഥാനത്തിൽ നമ്മൾ എന്ത് എഴുതണം? 0.75. എങ്ങനെ എഴുതണം? 0.75. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 10 ലിറ്റർ 705 മില്ലി ലിറ്റർ. അത് നമ്മളെങ്ങനെ എഴുതും? 10 ലിറ്റർ 705 ലിറ്റർ. അപ്പോൾ 10 ലിറ്റർ 705, 1000-705. ഓക്കെയാണ്, അത് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ദശാംശ രൂപത്തിൽ വരുമ്പോൾ 10, 3 0 ആണല്ലോ നമുക്ക് വേണ്ടതല്ലേ. അപ്പോൾ ആ 3 0-ന് എന്തുണ്ട്? 705 ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ്
10.705 എന്ന് എഴുതാം. എന്തെഴുതാം? 10.705 എന്ന് എഴുതാം. ഓക്കെ, 10.705 ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യനാണ്. വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതാം. 100 ലിറ്റർ 750 മില്ലി ലിറ്റർ. കുഴപ്പമില്ല, ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. 100 1750 അപ്പം 100 750/1000 ലിറ്റർ എന്ന് എഴുതാം. ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ 750/1000 എന്ത് ചെയ്യണം? 100 കഴിഞ്ഞിട്ട് 3 സീറോസ് അല്ല, അപ്പം 3 പ്ലേസ് ഉണ്ടാവും, 3 സ്ഥാനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റാണ്. ഇവിടെ 7 5 0 എന്ന് നമുക്കങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ 100.75 എന്ന് എഴുതാം. അതായത് ഈ 0-ന് നമുക്ക് വലിയ വിലയൊന്നുമില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ 325/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3.25 അതായത് ദശാംശം കഴിഞ്ഞ് 2 0 2 സ്ഥാനമാണ്. അതേസമയം 325/1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. അതായത് 3 0 ഉണ്ട്, 3 സ്ഥാനം വേണം. അപ്പോൾ നമ്മൾ 25 ഇവിടെ എഴുതി, ബാക്കി എന്തായിരിക്കും? ബാലൻസ് 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 3.025 അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ലാസ്റ്റത്തെ കണക്കിൽ തന്നെ നമ്മൾ നോക്കും. 10 ലിറ്റർ 75 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞു. 75 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 75/1000. അത് നമ്മൾ ദശാംശ രൂപത്തിൽ എടുക്കുമ്പോൾ 10 കഴിഞ്ഞിട്ട് 3 സ്ഥാനം വേണം. അപ്പോൾ ഈ 75-നെ നമ്മൾ ഇവിടെ ഇട്ടു, ഇവിടെ 0 ഇട്ട് കൊടുത്തു. അപ്പം 10.075. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? 10.705 മില്ലി ലിറ്റർ. അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്തു? 10 ദശാംശം കഴിഞ്ഞിട്ട് 3 0 ഉണ്ട്, 3 സ്ഥാനം വേണം. പക്ഷേ 705 ഇവിടെ ഉണ്ട്. അപ്പോൾ 705 എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 100 ലിറ്ററും 750 മില്ലി ലിറ്റർ. അപ്പോൾ 100.75/1000 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ 100 കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനമാണ് വേണ്ടത്. അപ്പോൾ 75 അപ്പോൾ നമ്മൾ 75 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എക്സാമിനൊക്കെ ഇങ്ങനെ ബോക്സ് തന്നിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നേരെ തിരിച്ച് മാറ്റാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ തന്നു, അത് ദശാംശത്തിലേക്ക് മാറ്റാണ്ട് ഇനി ദശാംശം എന്ത് വെക്കണം? ഭിന്നസംഖ്യയിലേക്ക് മാറ്റാനും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കാണുക. എന്നിട്ട് ബുക്കും പെന്നും എടുത്തിട്ട് നമ്മൾ ബുക്കിൽ എഴുതി പഠിക്കുക. കണക്ക് ഒരിക്കലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനോ കേട്ട് മനസ്സിലാക്കാനോ കഴിയില്ല. നമ്മൾ എഴുതി തന്നെ ചെയ്യണം. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാം അതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ നമ്മൾ എക്സാമിനൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എന്താണ്, നിങ്ങൾ വീഡിയോ കാണുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യണം? ചെയ്തും പഠിക്കണം. എന്നാലേ കണക്ക് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ടാണ്. നമുക്ക് പേജ് നമ്പർ 74 ഉള്ളത്. നമ്മൾ പേജ് നമ്പർ 69 ചെയ്തു, പേജ് നമ്പർ 71 ചെയ്തു. ഇനി നമുക്കുള്ളത് പേജ് നമ്പർ 74 79 ഓക്കെ, 79 82 അങ്ങനെ 3 പേജസിലാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ അടുത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.